ഇന്ന് നമ്മുടെ തേജുവിന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് കുട്ടപ്പനാക്കാനായിട്ട് കൊണ്ടുപോകണത്. അപ്പൊ അതേ കറുകപ്പൂത്തൂർക്കാണ് പോണത്. അവിടെ കേട്ടാ ഞങ്ങളിപ്പോ കൂടുതലും പോവാറ്. അവിടെ എത്തിയ തേജു ഫസ്റ്റ് നോക്കുക ഹെയർ കളറിലേക്ക് കേട്ടോ. അവിടെ അങ്ങനെ ഉണ്ടാവില്ലേ, അത് നോക്കിയിട്ട് അമ്മ കളർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ ക്ലാസ് ഉണ്ട്, സ്കൂളിലേക്ക് പോകുമ്പോ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുത്തിയിട്ടാ. ഇങ്ങനെ ഇരിക്കുമ്പോ എന്ത് പാവാല്ലേ നമ്മുടെ തേജു. ഇത്രയും പാവം കുട്ടി വേറെ എവിടെ ഇല്ല കേട്ടോ, ഒതുങ്ങി ഇരുന്നോടുക്കുണ്ടായിരുന്നു. ആദ്യമൊന്നും അവൻ അങ്ങനെ ഇരുന്നോടുത്തിടുന്നില്ലേ, കരച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ട് വിൻഷേട്ടൻ അണ്ണിയായിരുന്നു അവന്റെ ഹെയർ ഫുള്ള് കട്ട് ചെയ്തിടുന്നു. ഇപ്പോഴാണ് നമ്മൾ പുറത്ത് കൊണ്ടുപോയി കട്ടിങ് തുടങ്ങിയത് കേട്ടോ. അതൊക്കെ വെട്ടി ഒതുക്കി കഴിഞ്ഞപ്പോ അവനിതേ മുടി സ്പൈക്ക് അടിച്ചിട്ട് നിക്കണില്ല, പൊന്തി നിക്കണില്ല എന്ന് പറഞ്ഞിട്ട് കുറെ നേരത്തെ മുടി ഇങ്ങനെ പൊക്കി നിർത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുട്ടിക്ക് പെറ്റിനെ പോലെ പൊക്കി നിർത്തിയിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോയത് നമ്മുടെ വീടിന്റെ അടുത്തതേ ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടുത്തെ ഹൗസ് വാമിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റൊക്കെ എടുത്തുട്ടാ. പിന്നെ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബർ ആണ്, തേജപ്പന് ഇതൊരു മഞ്ചൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫൈനലി ഇതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെറ്റായിരുന്നു. പിന്നെ എനിക്കൊരു വാസലിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ തേജപ്പൻ ആ മൈക്ക കാണിച്ചിരുന്നത്. കുറേ ദിവസമായിട്ട് അവൻ മൈക്ക വാങ്ങാൻ പറയുന്നു. ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ല, ഭയങ്കര കംപ്ലൈന്റ് ഉള്ള പോലെ. അപ്പം ഞാനത് റിട്ടേൺ ചെയ്തിട്ട് പിന്നെ വാങ്ങാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോഴാണ് ഇത് എവിടെ ഇരിക്കണത് കാണണത്. അപ്പം ഇതിന് നമുക്ക് കുഴപ്പമില്ല തോന്നിയൊരു മൈക്ക് എടുത്തു കേട്ടോ. ഇവന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ, മൈക്ക് വേണം അമ്മയ്ക്ക് പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് നമ്മൾ അങ്ങനെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിൻഡർ ജോയ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. പക്ഷെ അവിടെ ഈ ഒരു ആയിട്ട് ഇരിക്കണ കണ്ടപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞിട്ട് അത് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഉപ്പിട്ടിട്ട് ഒരു സോഡാ സർബത്ത് കുടിച്ചു. പിന്നെ തേജുവിനോട് എന്ത് ചോദിച്ചാലും ആദ്യം വേണ്ടെന്ന് പറയട്ടോ. അപ്പൊ അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ കുടിക്കുന്ന കണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ വാശിയിട്ട് അപ്പൊ എന്റേതാണ് കൊടുത്തത്. അത് പകുതി അവൻ തന്നെ കുടിച്ച് തീർത്തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ വീട്ടിൽ പോയിട്ടോ. വീട്ടിലെത്തിയ പാടെ വിൻഷാന്റെ ഉള്ളിലെ കലാകാരൻ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. മുന്നിൽ വന്ന പെണ്ണേ നീ മുത്തുമാല കൊട്ടു വെച്ചതാക്കുവേലി. അച്ഛന്റെ പാട്ടിനൊത്ത് താളം പിടിക്കുന്ന മോനെയാണ് കേട്ടോ ഈ കാണണത്. കുറെ കഴിഞ്ഞപ്പോ രണ്ടും കൂടി റൂമിന്റെ ഉള്ളിൽ കയറുന്നു കണ്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇത് തന്നെ അവസ്ഥ. അങ്ങനെ അച്ഛനൊന്നും ഒതുങ്ങിയപ്പോ മോന്റെ വക കഥാപ്രസംഗം കടന്നു കേട്ടാ. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ.